The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to science class. Hope all are fine and safe at home. In the last class, we have studied about different kinds of heterotrophs and their mode of nutrition, isn't it? And today we are going to study about the mode of nutrition in humans. Had your food, children? What did you eat in the morning? Yes. കുറച്ച് പേര് ദോശ കഴിച്ചിട്ടുണ്ടാവും, കുറച്ച് പേര് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും, കുറച്ച് പേര് ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടാവും, കുറച്ച് പേര് പുട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്നും അല്ലാതെ കുറച്ച് പേര് റൈസ് മോർണിംഗ് കഴിക്കുന്നവരുണ്ടാവും. Have you ever think of the path of this food in your body? If so, can you say which are the parts involved in this transport of food? Yes. First of all, you will keep your food in your mouth, isn't it? After that, what will happen to this food? Where it will go? Yes. From the mouth, it will move to this area. And this area is known as, do you know the word which is used to mention this area? That means the pipe, food pipe. Yes, we will use the term esophagus. നിങ്ങളുടെ ഫുഡ് പൈപ്പിനെ esophagus എന്ന് പറയാം. So from the mouth, food will move to esophagus or food pipe. അല്ലേ? ഫുഡ് പൈപ്പിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്കാണ് ഫുഡ് പോകുന്നത്? ഇറ്റ് വിൽ റീച്ച് ടു എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ നോൺ ആസ് സ്റ്റൊമക്ക്. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകും? സ്റ്റൊമക്കിലേക്ക് പോകും അല്ലേ? സ്റ്റൊമക്കിലേക്ക്. അത് കഴിഞ്ഞിട്ടോ ഒന്ന് നോക്കാം. Here, did you see this image? You might have seen, isn't it children? Okay, here you can see mouth കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? മൗത്തിന് തൊട്ട് താഴെയായിട്ടൊരു ലോങ് ഫുഡ് പൈപ്പ് കണ്ടു. ആ ഫുഡ് പൈപ്പിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. വാട്ട് ഇസ് ദാറ്റ്? ഈസോഫാഗസ്. ഓക്കെ, ഇസ്ന്റ് ഇറ്റ്? ഈസോഫാഗസ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ചെറിയ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കാണുന്നില്ലേ? ഒരു സഞ്ചി പോലുള്ളൊരു ഭാഗം. ദാറ്റ് പാർട്ട് ഈസ് നോൺ ആസ് സ്റ്റൊമക്ക് ഓർ ദാറ്റ് ഈസ് യുവർ സ്റ്റൊമക്ക്. ഓക്കെ, സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇറ്റ് വിൽ മൂവ് ടു എ ഹൈലി കോയിൽഡ് പാർട്ട്. നിങ്ങൾ കണ്ടോ എന്നല്ല, വേറെ പോലെ കോയിൽ ചെയ്ത് കാണപ്പെടുന്ന ഭാഗം ആ ഇമേജിൽ നിങ്ങൾ കാണുന്നില്ലേ? വേറെ പോലെ കോയിൽ ചെയ്ത് കിടക്കുന്ന ഭാഗം. ആ കോയിൽ ചെയ്ത് കിടക്കുന്ന ഭാഗത്തെ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയാം. അതായത് സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് വിൽ മൂവ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ആൻഡ് ദെൻ ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദ ഫുഡ് വിൽ മൂവ് ടു വേർ? ലാർജ് ഇൻറ്റസ്റ്റൈൻ. യു ക്യാൻ സീ അനദർ കോൾഡ് ട്യൂബ് അറൗണ്ട് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇസ്ന്റ് ഇറ്റ്? അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈന് ചുറ്റിയിട്ട് ഒരു കോയിൽഡ് ട്യൂബ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ലൈക്ക് എ കോയിൽഡ് ട്യൂബ് ക്യാൻ ബി സീൻ. ഈ കോയിൽഡ് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാർജ് ഇൻറ്റസ്റ്റൈൻ. വി വിൽ കോൾ ഇറ്റ് ആസ് വാട്ട്? ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദിസ് ഈസ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. സോ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇറ്റ് വിൽ മൂവ് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ക്യാൻ യു ലുക്ക് അറ്റ് ദ പിക്ചർ? At last, large intestine will open to anus. Large intestine എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? anus എന്ന് പറയുന്ന ഒരു ചെറിയ ഹോളിലേക്ക് ഓപ്പൺ ചെയ്യും. So now you are familiar with the path of your food, isn't it? ഏതാ ഇനിഷ്യൽ പാത്ത് എന്ന് പറഞ്ഞാൽ? ഇനിഷ്യൽ പാർട്ട് ഏതാ? നിങ്ങളുടെ മൗത്താണ് അല്ലേ? Your mouth is the first part where we will keep our food. From the mouth, the food will move to where? Esophagus or food pipe, and then from the food pipe അല്ലെങ്കിൽ through the food pipe it will reach to stomach. സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്നു. and the stomach will open to another tube known as small intestine. Small intestine will open to another coiled tube, that is large intestine, which can be seen around the small intestine, and finally large intestine will open to anus. Can I write the path of your food? Yes. Which is the first part? Yes, mouth. Mouth is the first part, and from the mouth food will move towards your esophagus. Esophagus ilekku povum, and from the esophagus food will move towards which area? Stomach, isn't it? Stomachilekku povum, and stomachil ninnu pinne engotteka food pova? It will move towards small intestine. Okay, small intestine lekku povum,
small intestine, and from the small intestine to where? Large intestine. Large intestine like varum. Okay, it will move to large intestine. From the large intestine, the food may expel to outside through a small pore known as what? Anus. This is the path of your food. We can call this path as alimentary canal. What? Alimentary canal. So what is alimentary canal? Alimentary canal is actually the path of your food. നിങ്ങളുടെ ഫുഡിൻ്റെ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? alimentary canal എന്ന് വിളിക്കുക അല്ലേ? Now you are familiar with the parts of your alimentary canal. Can you say the parts of your alimentary canal? Yes, mouth, esophagus, stomach, small intestine, large intestine and anus. So now you are familiar with the path of your food. ആക്ച്വലി ഈ അലിമെൻ്ററി കനാലിൻ്റെ റോൾ അല്ലെങ്കിൽ ഈ പാർട്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണോ? നോ. ഇല്ലേ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ബ്രിങ് സം ചേഞ്ചസ് വിച്ച് ഇസ് നെസസറി ഫോർ അബ്സോർപ്ഷൻ അല്ലേ? ഈ അലിമെൻ്ററി കനാലിൽ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡിന് വേണ്ടി വരുന്ന ചേഞ്ചസും ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എടുക്കണമെങ്കിൽ ദ ഫുഡ് ഷുഡ് അണ്ടർഗോ സം ചേഞ്ചസ്. isn't it? It should undergo some changes, and these changes can be brought by the simultaneous action of these organs or these part. ഓക്കെ, അതായത് ഫുഡിലുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുവരുന്നത് ആരാണ്? ഈ ഭാഗങ്ങളാണ്, അതായത് അലിമെൻ്ററി കനാലിൻ്റെ ഈ ഭാഗങ്ങളാണ്. ഈ ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ, അതായത് ന്യൂട്രിയൻ്റ് അപ്ടേക്ക് പോസിബിൾ ആവുള്ളൂ. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? So what is the role of your alimentary canal? Yes, it will help to transport the food. At the same time, it will help to bring about some changes which is necessary for nutrient uptake. Okay, അതായത് ന്യൂട്രിയൻ്റ് അപ്ടേക്കിന് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത് ആരാണ്? അതെ, അത് ഈ പറയുന്ന പാർട്സാണ്. അതുപോലെ തന്നെ ഫുഡിനെ ഒരു പാർട്ടിൽ നിന്ന് നമ്മുടെ ബോഡിയിലൂടെ മറ്റൊരു പാർട്ടിലേക്ക്, അലിമെൻ്ററി കനാലിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എത്തിക്കുന്നതും അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ്, ഫുഡിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നതും ആരുമാണ്? അലിമെൻ്ററി കനാൽ തന്നെയാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട് ഓഫ് യുവർ alimentary canal. So, which is the first part of your alimentary canal? Yes, mouth. Mouth is the first part of your alimentary canal. Now, can you look at the pictures? Did you see the pictures? What did you see there? Yes, the parts of your mouth is given, isn't it? How many parts are given? Yes, lips are given, teeth as well as tongue. So, which are the important parts of your mouth? Yes, your tongue is an important part of your mouth, your teeth is an important part of your mouth, and your tongue is another important part of your mouth, isn't it? So, we have studied about the important parts of your mouth, which are the lips, teeth and tongue are the three important parts of your mouth. I told you some changes are necessary for the nutrient uptake, isn't it? This changes is possible only in the presence of these important parts. If these important parts are not there in our alimentary canal, it is not possible for the nutrient uptake. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചേഞ്ച് ഒന്നും വന്നില്ലെങ്കിൽ ന്യൂട്രിയൻ്റ് അപ്ടേക്ക് നടക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആ ചേഞ്ചസ് കൊണ്ടുവരുന്ന ആരാണ്? ഈ പറയുന്ന പാർട്സാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് യുവർ ലിപ്പ്? എന്താ നിങ്ങളുടെ ലിപ്പിൻ്റെ റോള്? യെസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ദ എക്സ്പെൽഷൻ ഓഫ് ഫുഡ് ഫ്രം ദ മൗത്ത് ഡ്യൂറിങ് ചൂയിങ്. അതായത് നിങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിപ്സ് ഇല്ലെങ്കിൽ എന്താ പറ്റുക? ഫുഡ് താഴേക്ക് പോകും അല്ലേ? ദാറ്റ് മീൻസ് ഫുഡിനെ മൗത്തിനുള്ളിൽ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? യെസ്, യുവർ ലിപ്സ്. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ ഡൈജഷൻ ഓഫ് യുവർ ഫുഡ് അല്ലേ? നിങ്ങളുടെ ഫുഡിൻ്റെ ഡൈജഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ലിപ്സാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ് ദ ഫുഡ് ഇൻസൈഡ് ദ മൗത്ത് ഇറ്റ് സെൽഫ്. മൗത്തിനുള്ളിൽ തന്നെ ഫുഡ് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് നിങ്ങളുടെ ലിപ്സാണ്. ക്യാൻ യു സേ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടങ് ഇൻ ഡൈജഷൻ? യെസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ് ദ ഫുഡ് ബിറ്റ്വീൻ ദ ടീത്ത്. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? നിങ്ങൾക്കറിയാം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുക? ഫുഡ് ചിലപ്പോൾ പകുതി എപ്പോഴും എല്ലാ ഫുഡും നമ്മുടെ ടീത്തിനടിയിൽ വരണം എന്നില്ല. ടീത്തിനടിയിൽ വന്നാൽ മാത്രമേ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറിക്കിടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗ്രൈൻഡിങ് നടക്കില്ല. അപ്പോൾ ശരിക്കും ഫുഡിനെ ടീത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നത്, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ടീത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ടങ്ങാണ്. So what is the role of tongue? Yes, it will help to keep the food in between the teeth. Okay, ടീത്തിനിടയിൽ ഫുഡിനെ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. Thereby it will facilitate the digestion process or grinding process. ഈ ഗ്രൈൻഡിങ് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടങ്ങാണ്. സോ ടങ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഫോർ ദ ഗ്രൈൻഡിങ് ഓഫ് ദ ഫുഡ് പാർട്ടിക്കിൾ. ഫുഡ് പാർട്ടിക്കിളിൻ്റെ ഗ്രൈൻഡിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടങ്.
What is the role of teeth in the digestion of food material? Yes, teeth will help to break, it will help to cut, tear and chew the food material, isn't it? Food material ne cut ചെയ്യാൻ, tear ചെയ്യാൻ, grind ചെയ്യാനൊക്കെ teeth is very essential. How many of you have a younger brother or sister in your home? Have you ever noticed the formation or sprouting of teeth in their mouth? At which age the teeth will sprout from their body or from the mouth? Yes, when the child is at the ഏജ് ഓഫ് 6 months old, അല്ലേ? ഒരു കുഞ്ഞാവ 6 മാസം പ്രായമാകുമ്പോഴാണ് അവരുടെ വായിൽ ആദ്യത്തെ സെറ്റ് പല്ല് വരുന്നത്, അല്ലേ? ഹാവ് യു നോട്ടീസ് ദാറ്റ് ചിൽഡ്രൻ? യെസ്, യു മൈറ്റ് ഹാവ് നോട്ടീസ്. ഫ്രം ദ ഏജ് ഓഫ് 6 months ഓൺവേർഡ്സ് ദ ടീത്ത് വിൽ സ്റ്റാർട്ട് ടു സ്പ്രൗട്ട് ഇൻ എ ന്യൂ ബോൺ ബേബി. ന്യൂ ബോൺ ബേബിയിൽ 6 മാസം ആകുമ്പോഴേക്കും ടീത്ത് സ്പ്രൗട്ട് ചെയ്യാൻ, കുഞ്ഞരി പല്ലുകൾ വരാനായിട്ട് തുടങ്ങും, അല്ലേ? അല്ലെ, പാല് പോലെ സന്തോഷം നൽകുന്ന പുഞ്ചിരി അവർക്ക് തരാൻ പറ്റുന്നത് ആ പ്രത്യേക തരത്തിലുള്ള ടീത്ത് ഉള്ളത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ ആ ടീത്തിന് ഒരു പേര് പറയും, എന്താ അത്? മിൽക്ക് ടീത്ത്, അല്ലേ? പാൽപ്പല്ലുകൾ എന്ന് പറയും, മിൽക്ക് ടീത്ത്. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് ടീത്ത്? യെസ്, ഇറ്റ് മേ ഫോൾ ഓഫ് വെൻ ദ ചൈൽഡ് അറ്റൈൻ ദ ഏജ് ഓഫ് 6, അല്ലെങ്കിൽ ഫ്രം ദ 6th year ഓൺവേർഡ്സ് ദ ടീത്ത് മേ ഫോൾ ഓഫ്. ടീത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഹൗ മെനി മിൽക്ക് ടീത്ത് വിൽ ബി ദെയർ ഇൻ എ ചൈൽഡ്? യെസ്, 20 milk teeth will be there. കുട്ടികളിൽ എത്ര മിൽക്ക് ടീത്താണ് ഉള്ളത്? 20 milk teethആണ് ഉള്ളത്. ഓക്കെ, 20. In this 20 milk teeth, 10 will be in the upper jaw and 10 will be in the lower jaw. മനസ്സിലായോ? അപ്പോൾ കുഞ്ഞുങ്ങളിൽ സാധാരണ 20 മിൽക്ക് ടീത്താണ് ഉണ്ടാകുന്നത്. അതിൽ 10 അപ്പറിലും 10 ലോവർ ജോയിലും ആയിട്ടായിരിക്കും കാണപ്പെടുക. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എ ഹ്യൂമൻ ബീയിങ് ഈസ് നോൺ ആസ് വാട്ട്? മിൽക്ക് ടീത്ത്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മിൽക്ക് ടീത്ത്? 20 milk teeth will be there. What is the peculiarity of this milk teeth? It may fall when the child attains the age of 6, or from the age of 6 onwards it will fall, and this milk teeth can be replaced by the permanent teeth. ആ രണ്ടാമത് ഫോം ചെയ്യുന്ന സെറ്റിനെ നമുക്ക് പെർമനൻറ്റ് ടീത്ത് എന്ന് വിളിക്കാം. വാട്ട് ഈസ് ദാറ്റ്? പെർമനൻറ്റ് ടീത്ത്. സോ വാട്ട് ഈസ് മീൻഡ് ബൈ പെർമനൻറ്റ് ടീത്ത്? യെസ്, പെർമനൻറ്റ് ടീത്ത് ആർ ദ സെക്കൻഡ് സെറ്റ് ഓഫ് ടീത്ത് വിച്ച് ഈസ് ഫോംഡ് ഇൻ എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ ഫോം ചെയ്യുന്ന സെക്കൻഡ് സെറ്റ് ഓഫ് ടീത്തിനെ നമ്മൾ പെർമനൻറ്റ് ടീത്ത് എന്ന് പറയാം. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ പെർമനൻറ്റ് ടീത്ത്? എന്താ പെർമനൻറ്റ് ടീത്തിൻ്റെ പ്രത്യേകത? നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ വായിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഏത് ടീത്താണ്? പെർമനൻറ്റ് ടീത്താണ്. അവർ അഡൽട്ട് പീപ്പിളാണ്, അല്ലേ? ഒരു 6 വയസ്സ് കഴിയുന്ന തൊട്ട് പെർമനൻറ്റ് ടീത്ത് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലേ? 12 ഇയറുള്ള ഒരു കുട്ടിയുടെ വായിൽ കാണുന്ന ടീത്ത് ഏതാ? പെർമനൻറ്റ് ടീത്താണ്, ഇസ്ൻ്റ്? പെർമനൻറ്റ് ടീത്ത്. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ പെർമനൻറ്റ് ടീത്ത്? ഇഫ് വൺസ് ഇറ്റ് ഈസ് ലോസ്, we can't replace that teeth. That means there is no possibility of the sprouting of a new teeth due to the fall of the permanent teeth. Or otherwise we can say that if once it is lost, we can't replace the permanent teeth. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിനെ പെർമനൻറ്റ് ടീത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നൗ ആർട്ടിഫിഷ്യൽ ടീത്ത്സ് ആർ അവൈലബിൾ. ആർട്ടിഫിഷ്യൽ ടീത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ പെർമനൻറ്റ് ടീത്ത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ടീത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതിനർത്ഥം എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം, പെർമനൻറ്റ് ടീത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നാച്ചുറലി അത് റീപ്ലേസ് ആവില്ല. ദാറ്റ് മീൻസ് ഒരു ആക്സിഡൻറ്റിൽ ഒരു വ്യക്തിയുടെ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാച്ചുറലി അവരുടെ ബോഡി ഫോം ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സർജിക്കലി ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യില്ലേ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ടീത്തിനെ എന്ത് ചെയ്യാം? എംബഡ് ചെയ്യാം, അല്ലെങ്കിൽ മൗത്തിനുള്ളിലേക്ക് അറ്റാച്ച് ചെയ്യാം. നൗ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് 2 types of teeth, isn't it? Which are they? Milk teeth and permanent teeth. Milk teeth is the first set of teeth which can be seen in human beings, isn't it? What is the number of milk teeth? 20. We can see 20 milk teeth in each child, isn't it? നമ്പർ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം കേട്ടോ. ദാറ്റ് മീൻസ് കൂടില്ല, കുറയും. വാട്ട് ഈസ് മീൻ ബൈ പെർമനൻറ്റ് ടീത്ത്? യെസ്, ദീസ് ആർ ദ സെക്കൻഡ് സെറ്റ് ഓഫ് ടീത്ത് ഫോംഡ് ഇൻ എ ഹ്യൂമൻ, isn't it? And what is the peculiarity of this permanent teeth? Yes, if once it is lost, we can't replace it naturally. Instead of that, artificially it can be replaced. Artificial ആയിട്ട് നമുക്കിതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. Now I told you the importance of teeth in the process of digestion, isn't it, children? Have you ever think of the health of your teeth? How many of you have healthy teeth? That means how many of you have teeth without any damage in your mouth? Majority of the children may have this condition in your mouth, isn't it? That means teeth will be in this particular condition.
What could be the reason behind this condition? Yes, this condition of your teeth is arise due to the loss of enamel from your teeth. എങ്ങനെയാണ് enamel നഷ്ടപ്പെടുന്നത്? Enamel is the hardest material of your body. And how does it lose from your teeth? എങ്ങനെ അത് നിങ്ങളുടെ ടീത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു? You might have studied that when calcium containing compound react with acid like any kind of acid, that acid can corrode that particular calcium containing compound, isn't it? Here the same reaction will happen in the case of mouth also. When acid come in contact with your teeth, it can damage your teeth. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും, ഹൗ ഡസ് ഇറ്റ് ഫോം? എങ്ങനെ ആസിഡ് നമ്മുടെ മൗത്തിനുള്ളിൽ ഫോം ചെയ്യുന്നത്? യെസ്, it will form. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? there is a probability of getting acid or there is a probability of intake of organic acid along with food, but this kind of weak acid or organic acid will not create any trouble to your teeth. Why? Because these are weak acid. These are naturally occurring weak acid. This kind of organic acid which can be get into the body along with your food will not cause any harm to your teeth. But in certain situations, some other acids like lactic acid can be produced in your body. How does it form? എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? Yes, after your food you will not wash your mouth properly, isn't it? Or you will not gargle your mouth properly. So what will happen? Your food remains will be there in your mouth. These food remains will feed by this bacteria, or this bacteria will feed that food remains. Or due to the action of this bacteria on the food substances, the food substances get converted into lactic acid, or it can be converted into lactic acid. Thereby the lactic acid will form inside your mouth. This lactic acid formation will be very high during the night time. Understood, children? Why? Because we are not taking any kind of other food after our supper, isn't it? So there is a long gap between the supper and the next day's breakfast. This is the most effective time for the action of bacteria as well as the production of lactic acid. If you are not brushing our teeth during night time after your supper, your teeth will decay fastly than that of a normal person. രാത്രി സമയങ്ങളിൽ നമ്മൾ there is more than enough probability of the formation of this particular acid in your mouth. ഇത് സപ്പറിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ബ്രഷ് ചെയ്തിട്ട് മാത്രമേ ബെഡിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയാവോ? ഈ ഫുഡ് റിമൈൻസിൽ ബാക്ടീരിയ ആക്ട് ചെയ്ത് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ലാക്റ്റിക് ആസിഡ് നിങ്ങളുടെ ടീത്തിനെ, നിങ്ങളുടെ ഇനാമലിനെ നശിപ്പിച്ച് കളയും, ഔട്ടർ കോട്ടിങ്ങിനെ നശിപ്പിച്ച് കളയും അല്ലേ? ഔട്ടർ കോട്ടിങ്ങിനെ നശിപ്പിച്ച് എന്ത് പറ്റും? പല്ലിനെ കേടുവരുത്തും. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? So which is the most suitable time for the brushing of your teeth? Yes, night time. അപ്പോൾ നൈറ്റ് ടൈം ആകുമ്പോൾ മോർണിംഗ് എനിക്ക് പല്ല് തേക്കേണ്ടതെന്നാണോ? നോ, നെവർ. You have to brush twice a day. If you want to keep our teeth in a healthy manner, we have to brush twice in a day. ഓക്കെ, അതായത് നമ്മുടെ ടീത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ we must brush 2 times in a day. ഓക്കെ, അറ്റ്ലീസ്റ്റ് മിനിമം 2 തവണ എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക. As I told you, whenever acid react with the calcium containing compound, that compound can be degraded by the action of this acid. ഈ കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. When we take marble pieces and put it inside the hydrochloric acid or any kind of strong acid, at that time you can see the corrosion, or you can see the degradation of that particular calcium containing compound inside the acid. അതായത് നിങ്ങളൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആസിഡ് എടുത്തിട്ട് അതിലേക്കൊരു കാൽസ്യം കാർബണേറ്റ് കണ്ടെയ്നിങ് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉള്ളിലേക്ക് ഇടുക. ഓക്കെ, മാർബിൾ പീസോ എന്തെങ്കിലും ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാർബിൾ പീസ് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും വെരി ഹാർഡ്, ഇസ്ന്റ് ഇറ്റ്? വെരി ഹാർഡാണ്. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആ മാർബിൾ പീസ് എന്ത് ചെയ്യാൻ തുടങ്ങും? അലിയാൻ തുടങ്ങും. അലിയെന്നല്ല, ജസ്റ്റ് റിയാക്ഷൻ ഫലമായിട്ട് നേർത്ത് വരാനായിട്ട് തുടങ്ങും. Understood? So here by doing this experiment we can prove that acid can react with the carbonates, okay, and thereby it can degrade or it can decay the calcium containing compound. Did you see the image, children? What did you see there? Yes, the teeth, isn't it? Do these teeth are similar? No, they are different in their size, shape, number, isn't it? These teeth can be divided into 4 main categories. Okay, that means there are 4 different kinds of teeth based on its function as well as structure.
സ്ട്രക്ചറിനെയും ഫംഗ്ഷനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടീത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിഡ് യു സീ ദാറ്റ് 4 ഫ്രണ്ട് ടീത്ത് ഇൻ ദ അപ്പർ ആസ് വെൽ ആസ് ലോവർ ജോ? യെസ്, ദാറ്റ് പെർട്ടിക്കുലർ ടീത്ത് ഈസ് നോൺ ആസ് incisor. What is that? Incisor. So how many number of incisor will be there in our body? Yes, 8 incisor will be there in our mouth, not body, mouth. How many incisor will be there? 8 incisor. As you see in the figure, among that 8 incisors, 4 is on the upper jaw and 4 is on the lower jaw. What is the function of this incisor? ഈ ഇൻസിസർ എന്തിനാണ് സഹായിക്കുന്നത്? യെസ്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫ്രണ്ട് ടീത്ത് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ കട്ടിങ് ആൻഡ് ബൈറ്റിംഗ്. എന്തെങ്കിലും മുറിക്കാനും കടിക്കാനും ഒക്കെ ആയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്, ഓർ വി ക്യാൻ കോൾ ദ ടീത്ത് ആസ് ഇൻസിസർ. ഓക്കെ, സോ ഇൻസിസേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് ആൻഡ് ബൈറ്റ് ദ ഫുഡ് മെറ്റീരിയൽ. ഫുഡ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാനും, കട്ട് ചെയ്ത് മുറിക്കാനും, ബൈറ്റ് ചെയ്യാനും, കടിച്ചെടുക്കാനും ഒക്കെയാണ് ആദ്യത്തെ 4 ടീത്ത്, അല്ലെങ്കിൽ അപ്പർ ജോയിൽ കാണുന്ന 4, ലോവർ ജോയിൽ കാണുന്ന 4 ടീത്തും നമ്മളെ സഹായിക്കുന്നത്. നിയർ ടു ദീസ് ഇൻസിസേഴ്സ് ഓൺ ദ സൈഡ്സ് യു ക്യാൻ സീ പോയിന്റഡ് ടീത്ത്, isn't it? Pointed teeth like this. This like pointed teeth can be seen on the either side of the incisors on the upper as well as on the lower jaw. Did you see that? ഇൻസിസേഴ്സിൻ്റെ 2 സൈഡിലുമായിട്ട് പോയിൻറ്റഡ് ആയിട്ട് 2 അപ്പറിലും ലോവറിലും കാണപ്പെടുന്ന ഒരു 4 ടീത്തിനെ നിങ്ങൾ കണ്ടില്ലേ? കണ്ടല്ലോ. അപ്പർ ജോ ക്യാരിങ് 2 ഇൻസിസേഴ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ അപ്പർ ജോ കണ്ടെയ്ൻ 2 canines on the sides of the incisors. That means upper jaw contain 2 pointed teeth on the either side of the incisors. Okay, and lower jaw contain 2 pointed teeth canines on either side of the lower incisors, isn't it? These teeth are known as canines. What is that? Canines. Here I have written. Did you see this, children? Yes. What is canine? Yes, canine is a particular pointed teeth which can be seen on either side of the incisor. ഇൻസിസറിൻ്റെ 2 സൈഡിലുമായിട്ട് കാണപ്പെടുന്ന പോയിൻറ്റഡ് ടീത്തിനെയാണ് കനൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ഓൺ ദ അപ്പർ ആസ് വെൽ ആസ് ലോവർ ജോ. അപ്പർ ജോയിലും കാണാൻ പറ്റും, ലോവർ ജോയിലും കാണാൻ പറ്റും, അല്ലേ? ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് കനൈൻസ്? സിൻസ് ഇറ്റ് ഈസ് എ പോയിൻറ്റഡ് വൺ, വി ക്യാൻ യൂസ് ദിസ് കൈൻഡ് ഓഫ് ടീത്ത് ഫോർ ടിയറിങ് ദ ഫ്ലഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ടിയർ ചെയ്യാൻ, കടിച്ചു കീറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടീത്താണ് ഇത്, ദിസ് കൈൻഡ് ഓഫ് പോയിൻറ്റഡ് കനൈൻ ടീത്ത്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്, കാർണിവോഴ്സിൽ കാണുന്ന ടീത്ത് ടൈപ്പ് ഏതാണെന്നുള്ളത്. ഏതാണ്? കനൈൻസ് ആണ് കേട്ടോ, കനൈൻസ്. എന്തുകൊണ്ടാണ് കാർണിവോഴ്സിൽ കനൈൻസ് കാണുന്നത്? ദിസ് ഈസ് ആൻ അഡാപ്റ്റേഷൻ ഫോർ ദയർ കാർണിവോറസ് മോഡ് ഓഫ് ലൈഫ്. കാർണിവോറസ് മോഡ് ഓഫ് ലൈഫിനുള്ള അഡാപ്റ്റേഷനാണ് അവരുടെ പോയിൻറ്റഡ് ടീത്ത്. കാരണം അവർ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ്? യെസ്, ടിയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. നൗ യു ഹാവ് ടു കൺസിഡർ ദ ഹാഫ് ഓഫ് ദ അപ്പർ ജോ. യു ഹാവ് ടു കൺസിഡർ ദ ഹാഫ് ഓഫ് ദ അപ്പർ ജോ. ഇഫ് യു ആർ കൺസിഡറിങ് ദ ഹാഫ് ഓഫ് ദ അപ്പർ ജോ, this 1/2 contain 2 incisor will be there, 1 canine will be there, and near to that canine you can see 2 premolars. 2 premolars കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള 2 ടീത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എവിടെയാണ്? ഏതിനപ്പുറമാണ്? കനൈനിന് തൊട്ടടുത്തായിട്ട്. ഓക്കെ, സിമിലർ ദിസ് കൈൻഡ് ഓഫ് സിമിലർ premolars we can see on the next jaw also. That means in the other half also we can see the same canines, not canines, premolars. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? അതായത് ഈ സൈഡിൽ നമ്മൾ ആദ്യത്തെ ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ ഹാഫിലുള്ള അതേ അറേഞ്ച്മെൻറ്റ് തന്നെ ഈ ഹാഫിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ജോയുടെ ഹാഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഇൻസിസേഴ്സ് കാണും, 1 canine will be there and 2 premolars will be there. ഓക്കെ, ഇതിൻ്റെ തൊട്ടടുത്തായിട്ട്, കനൈൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന 2 പല്ലുകളാണ് premolars. What is the role of premolar? എന്താ premolaറിൻ്റെ റോൾ? Yes, it will help to grind and chew the food material. 8 premolars will be there. In that 8 premolars, 4 will be on the upper jaw and 4 will be on the lower jaw. ഇവിടെ ഇപ്പോൾ നോക്കൂ, just I will draw it. This is the upper jaw. Consider this one is the upper jaw and this one is the lower jaw. So how many will be there? 8 will be there. Okay, 2 will be here, 2 will be here. That means 2 premolars will be in this side and 2 premolars will be in this side. That means upper jaw contain 4. Similarly, here 2 premolars will be there, lower jaw. And here also 2 premolars will be there. So lower jaw also carry 2 premolars and 4 premolars. So total number of premolars will be 8. എത്രയാണ്? 8. നേരത്തെ നമ്മൾ കനൈൻ്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? Here 1 canine will be there and here 1 canine will be there. 1/2 ഇത് ഹാഫാണ് കേട്ടോ, ഒരു ജോയുടെ ഹാഫാണ്. അപ്പോൾ ഒരു ജോയുടെ ഹാഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 canine will be there on one side of the jaw and another canine will be there in the another side of the jaw. Similarly, lower jaw contain 2 canines on either side. 2 സൈഡിലായിട്ട് 2 canines കാണാൻ പറ്റും. സോ ടോട്ടൽ നമ്പർ ഓഫ് canines എത്രയാണ്? 1, 2, 3, 4 അല്ലേ?
How many canines will be there? Canines. 4 canines will be there. അല്ലേ? ഇനി ഇൻസിസേഴ്സിൻ്റെ കണക്ക് നമുക്ക് നോക്കിയാലോ. How many incisor will be there? Yes, here 2 incisor will be there, here 2 incisor. So total will be 4, isn't it? Upper jaw contain 4 incisors. Similarly, lower jaw also contain 4 incisors in it. So lower jaw also contain 4 incisors. So incisors-ൻ്റെ എണ്ണം എത്രയാണ്? യെസ്, ഇൻസിസേഴ്സ് ഏകദേശം എത്രയാണ് വരിക? 8 ഇൻസിസേഴ്സ് ഉണ്ടാവും. 4 canines, 8 ഇൻസിസേഴ്സ്. എത്ര പ്രിമോളാസാണ് നമ്മൾ നേരത്തെ നോക്കിയത്? യെസ്, എത്രയാണ്? 8 പ്രിമോളാസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. എത്ര പ്രിമോളാസ് ഉണ്ടാവും? 8 പ്രിമോളാസ്. സിമിലർലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ടു കൺസിഡർ 1/2 ഓഫ് ദ ജോ. ജോയുടെ 1/2 കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് അപ്പർ ജോയുടെ 1/2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിയർ ടു ദ പ്രിമോളാസ് യു ക്യാൻ സീ മോളാസ്. ഹൗ മെനി മോളാസ് വിൽ ബി ദർ? 3 മോളാസ് വിൽ ബി ദർ നിയർ ടു ദ പ്രിമോളാസ്. ഓക്കെ, പ്രിമോളാസിൻ്റെ തൊട്ടടുത്തായിട്ട് 3 മോളാസ് കാണും. മോളാസ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പല്ലുകളെയാണ് മോളാസ് എന്ന് പറയാം. വെൻ വി കൺസിഡർ 1/2 ഓഫ് ദ അപ്പർ ജോ വി ക്യാൻ സീ 3 മോളാസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ജോ. ജോയുടെ അവസാനമായിട്ട് 3 മോളാസ് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വിൽ ബി ദർ ഇൻ ദ അപ്പർ ജോ? ഹൗ മെനി മോളാസ് വിൽ ബി ദർ ഇൻ ദ അപ്പർ ജോ? യെസ്, 6. What will be the total number of molars in the lower jaw? 6. So what will be the total number of molars in the upper as well as lower jaw? Yes, 12 in number. It will be 12 in number. So molars എത്രയാണ്? Molars will be 12 in number. Molars എത്രയാണ്? 12 ആയിരിക്കും. എങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ്? Here you can see 1, 2, 3 molars. Here also you can see 3 molars. 1, 2, 3 molars will be there. Similarly lower jaw will contain 3 molars in it. Okay. ഇവിടെ ലോവർ ജോയിൽ 1/2 ഓഫ് ദ ലോവർ ജോ വിൽ കണ്ടെയ്ൻ 3 molars. Similarly another half of the lower jaw contain 3 molars. So total number of molars will be, yes, lower jaw contains 6, upper jaw contains 6. So total it will be 12 molars will be there in the body of a human. Understood children? What is the role of molar? Yes, it will help to crush and grind the food material. Food material grind ചെയ്യാനും ക്രഷ് ചെയ്യാനും സഹായിക്കുന്നത് ഏതാണ്? നിങ്ങളുടെ മോളാസ് ആണ്. Understood children? So now you are familiar with the number of teeth which is found in each jaw, isn't it? How many teeth will be there in the upper jaw? 16. How many will be there in the lower jaw? 16. So what will be the total number of permanent teeth in an adult human? Yes, 32 teeth will be there in the human being. എത്ര ടീത്ത് ഉണ്ടാവുക? 32 ടീത്ത് ഉണ്ടാവും. ഈ 32 ടീത്തിൽ 16 അപ്പർ ജോയിലും 16 ലോവർ ജോയിലും ആയിരിക്കും കാണുക. But we can see a slight variation in the arrangement of teeth in each human being. Among these 32 teeth, last 4 teeth, okay, 32ൽ അവസാനത്തെ ഒരു 4 മോളാസ് ഫോം ചെയ്യുന്നത് 17നും 21നും ഇടയിലാണ്. ഓക്കെ, അതുകൊണ്ട് ഈ തന്നെ ഈ 4 ടീത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് വിസ്ഡം ടീത്ത് എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? വിസ്ഡം ടീത്ത്. സോ ഒരു 16-17 ഏജിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് 32 ടീത്ത് ഉണ്ടാവണം എന്നില്ല. അണ്ടർസ്റ്റുഡ്? അപ്പോൾ 32 നമ്പേഴ്സും കംപ്ലീറ്റ് ആവണമെങ്കിൽ വെൻ ദാറ്റ് ചൈൽഡ് അറ്റൈൻ ദ ഏജ് ഓഫ് 21. ആ കുട്ടി 21 വയസ്സാകുമ്പോഴായിരിക്കും 32 ടീത്തും ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടാവുക. മനസ്സിലായി? അതിന് മുമ്പ് എന്ത് പറ്റും? അതിന് മുമ്പ് ഒരു 28 ടീത്ത് എന്തായാലും 17 വരെയുള്ള ഏജിൽ 28 ടീത്ത് എന്തായാലും ഉണ്ടാവും. ചിലരിൽ 32 ടീത്ത് എന്ന് പറയുന്ന ഇതിൽ ലാസ്റ്റ് പെയർ ടീത്ത് വരാൻ വളരെ ബുദ്ധിമുട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേസ് ഉണ്ടാവില്ല, പുറത്തേക്ക് വരാൻ സ്പ്രൗട്ട് ചെയ്ത് വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാവും. സർജിക്കൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെൻറ്റിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ജസ്റ്റ് ഒന്ന് കീറി വിടുക, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ, സ്പ്രൗട്ട് ചെയ്യുള്ളൂ. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? ചില ആൾക്കാരിൽ 17-18 വയസ്സാകുമ്പോൾ തന്നെ ലാസ്റ്റ് പെയർ ടീത്ത് അപ്പിയർ ആവാനായിട്ട് തുടങ്ങും. അവിടെ 21 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെറിഡിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തും സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ടീത്ത് സ്പ്രൗട്ടിംഗ് ഓഫ് ടീത്ത് വിൽ വേരി ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിലും ടീത്തിൻ്റെ സ്പ്രൗട്ടിംഗ് വേരി ചെയ്തിരിക്കും. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ നിങ്ങൾ വലുതായി ഒരു 17 വയസ്സൊക്കെ ആകുമ്പോൾ വായിൽ തപ്പി നോക്കുമ്പോൾ 28 പല്ലേ ഉള്ളൂ, അയ്യോ എനിക്ക് 4 പല്ലില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട. റിമൈനിങ് 40 വിൽ കം. ബാക്കി വരുന്ന 4 പല്ലുകൾ വരും. മനസ്സിലായോ? അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ ആ ഭാഗത്ത് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ പോയി കാണുക. എന്തുകൊണ്ടാണ് പെയിൻ വരുന്നതെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും ഡിഫിക്കൽട്ടി, പല്ലിന് സ്പ്രൗട്ട് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുന്ന ഭാഗത്ത് ഒന്നെങ്കിൽ സ്പേസ് കുറവായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ ഫ്ലഷ് തിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോക്ടറിൻ്റെ അസിസ്റ്റൻസ് തേടി നമ്മളതിനൊരു കറക്റ്റ് സർജിക്കൽ മെത്തേഡിലൂടെ അതിനെ സ്പ്രൗട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ?
So hope you have understood. Now we have studied about 4 different kinds of teeth. Which are they? Yes, incisors, canines, premolars and molars. What is the number of incisors? 8 incisors will be there. Among that 8 incisors, 4 will be on the upper jaw and 4 will be in the lower jaw, isn't it? How many canines will be there? Yes, 4 canines will be there. Among that 4 canines, 2 will be on the upper jaw and 2 will be on the lower jaw, isn't it? How many premolars will be there? Yes, 8 premolars will be there, and among that 8 premolars, 4 will be on the upper jaw and 4 will be on the lower jaw. In the last one, molars. How many molars will be there in an adult individual? Yes, 12 molars will be there. Among that 12 molars, 6 will be on the upper jaw and 6 will be on the lower jaw. അതായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു 12 മോളാസ് ഉള്ളതിൽ 6 അപ്പറും 6 ലോവറും ആയിരിക്കുന്നു. ആ 6 അപ്പറിൽ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഒരു സൈഡിൽ എത്ര വരും? 3ഉം മറ്റൊരു സൈഡിൽ 3ഉം ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Hope you have understood the class well. If you have any doubt, please contact me. Stay safe. Bye.